എന്താ സംഭവം? ഇതിപ്പോ ഞങ്ങള് എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാ ഡ്രൈവർ ഇപ്പൊ അതായത് ഇപ്പൊ ഒരു ഡ്രൈവർ ഉറങ്ങിയിട്ടാണ് കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത്. അപ്പൊ അത് തടയാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് സ്മാർട്ട് ആൻഡ് സേഫ് ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഡ്രൈവർ ഉറങ്ങി പോയി കഴിഞ്ഞാൽ IR സെൻസർ ഡ്രൈവർ സ്ഥാനത്ത് അതായത് ഡ്രൈവർ ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മോട്ടോർ ഡ്രൈവർക്ക് സിഗ്നൽ കൊടുത്തത് വഴി മോട്ടോർ ഡ്രൈവർ ആർഡിനോ യൂണോയിലേക്ക് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചതുപോലെ എന്താ പറയാ ആർഡിനോ യൂണോ ബോർഡ് വർക്കാവുന്നു. അങ്ങനെ വർക്കാവുന്നത് കൂടിയിട്ട് ആദ്യത്തെ സർവോ വർക്കാവുന്നത് ഓരോ സർവോ മോട്ടറായിട്ട് വർക്കാവാൻ തുടങ്ങുന്നു. ആദ്യത്തെ സർവോ വർക്കാവുമ്പോ പസറടിക്കണം. പസറടിച്ചിട്ട് ഡ്രൈവറിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കണം. പക്ഷെ ഡ്രൈവർ എഴുന്നേക്കില്ല എന്ന് കാണുമ്പോ പിന്നില് പ്ലേസ് ലോന്നും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പിന്നിൽ വരുന്ന വാഹനമായിട്ടുള്ള കൂട്ടിയിഴി ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. വണ്ടി സ്റ്റോപ്പ് ആവും. അതായത് ഇതൊരു അതായത് ഈ നിക്കലും കാര്യങ്ങളൊക്കെ ഒരു സുരക്ഷിതമായിട്ടൊന്ന് നിക്കാൻ വേണ്ടിട്ട് ഒരു 5 സെക്കൻഡ് ഒക്കെ മതി. പിന്നെ തുടർന്ന് സംഭവിക്കണ ബസറടി, അതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടല്, പ്ലേസ് ലോ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് ചെയ്യും, സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യും. അതിനുശേഷം ഫയർഫോഴ്സിലേക്ക് അതിനുശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു വിളിക്കും. ഫയർഫോഴ്സോ പോലീസ് സ്റ്റേഷനോ രണ്ടിലേതെങ്കിലും ഒരു ഇതിലോട്ട് വിളിക്കും. വിളിച്ചിട്ട് നമ്മൾ സ്പീക്കറിൽ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഫയർഫോഴ്സിനോട് പറയാം. അതായത് ഇന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഉറങ്ങിയിട്ട് എത്രയും വേഗം വന്ന് രക്ഷിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നാട്ടുകാർക്കുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കും. അതായത് ഇന്ന വാഹനം ഡ്രൈവർ ഉറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു, ഇതൊരു വ്യാജ നിർദ്ദേശമല്ല എന്ന് പറയും. ഈ നാട്ടുകാർക്കുള്ള കാര്യം അരമണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഫയർഫോഴ്സോ അല്ലെങ്കിൽ നാട്ടുകാരോ വന്നിട്ട് ഈ ഇതിന്റെ ഡോർ തുറക്കുമ്പോ ഈ നാട്ടുകാർക്കുള്ള സന്ദേശം നിൽക്കും. ഇതിന്റെ ഡിവൈസ് എവിടെയാ നമ്മള് ഇത് ചെയ്യുന്നത്? ഡിവൈസ് ഞങ്ങള് എവിടെയാണ് വെച്ചേക്കുന്നത്? ഡിവൈസ് വെക്കാൻ പറ്റും. ചെലവ് കുറഞ്ഞ രീതിയിൽ 10,000 രൂപയുടെ ഉള്ളിൽ വെക്കാൻ പറ്റും. പിന്നെ അഡാസ് പോലുള്ള പുത്തൻ സാങ്കേതിക വിദ്യ വെച്ച് നോക്കുമ്പോ ഒരു അതായത് അവരുടെ ഇതേ രീതിയില് അതായത് അഡാസിലില്ലേ ഏകദേശം ഇതേപോലത്തെ ഒരു സാധനം വെക്കാൻ അവര് ഏകദേശം ഇതേപോലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അവര് യൂസ് ചെയ്തത് 2,35,642 രൂപയാണ്. അപ്പൊ ഈ 2 ലക്ഷം ഒന്നും കൊടുക്കണേ വരും. ഈ 2 ലക്ഷം ഒന്നും കൊടുക്കാൻ ചിലപ്പോ പാവപ്പെട്ടവരുടെ ഉണ്ടാവില്ല. അപ്പൊ പാവപ്പെട്ടവർക്ക് സുഖമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതൊരു വാഹനത്തിലും 10,000 രൂപയുടെ താഴെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സിസ്റ്റം. സെന്റ് അഗസ്റ്റിൻ HSS കൂട്ടനല്ലോ, തൃശ്ശൂർ.